നമസ്കാരം, വിലുവാലകൃഷ്ണനാണ്, കമ്പനി സെക്രട്ടറി. എൻ്റെ CA ഇൻ്ററിൻ്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിൻ്റെ ക്ലാസ്സസ് ഒത്തിരി എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ഓൾറെഡി തന്നെ ചാപ്റ്റർ വൈസ് ഉണ്ട്, അല്ലാതെ തന്നെ ടോപ്പിക് വൈസ് ഉണ്ട്. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ വെർഷൻ വീഡിയോസ് ഇറക്കാമോ എന്ന് കുട്ടികൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അങ്ങനെ 2026 വെർഷൻ വീഡിയോസാണ് ഇന്ന് മുതൽ മാരത്തോൺ ക്രാഷ് ക്ലാസ് ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ തീർച്ചയായിട്ടും പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇത് CA ഇൻ്ററിൻ്റെ ലോ പേപ്പർ, കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിൻ്റെ എൻ്റയർ സിലബസിൻ്റെയും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഒരു മാരത്തോൺ ക്രാഷാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ മുതലുള്ള എക്സാമിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗപ്പെടും. മലയാളത്തിൽ മാരത്തോൺ ക്രാഷാണ്, വളരെ ഉപയോഗപ്പെടും. എന്താ പറയുക, കേട്ട് സുഖമായിട്ട് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയലോ പ്രൈവറ്റ് ബുക്സോ നോക്കി പഠിക്കാവുന്നതാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓവർവ്യൂ ആണ്, ഈ സിലബസിൻ്റെ നമ്മളെ ലോ പേപ്പറിൻ്റെ ഓവർവ്യൂ ആണ്. പേപ്പറിൻ്റെ പേര് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് ആണ്. 2 പാർട്ടായിട്ടാണ് ഈ പേപ്പർ തിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, കുറേ കുട്ടികളൊക്കെ ഇത് നോക്കിക്കാണും തീർച്ചയായിട്ടും. പാർട്ട് A അല്ല പാർട്ട് 1 എന്ന് പറയുന്നത് കമ്പനി ലോ 70 മാർക്കും, പാർട്ട് 2 അതർ ലോസ് 30 മാർക്കും. 70 മാർക്കിനുള്ള പാർട്ട് 1 2 മെയിൻ ചാപ്റ്ററാണുള്ളത്. ഒന്ന് കമ്പനീസ് ആക്ട് 2013 പിന്നെ LLP ആക്ട് 2008. അപ്പുറത്ത് പാർട്ട് 2 അതർ ലോസ് ആണ്, ജനറൽ ക്ലോസസ് ആക്ട്, ഇന്റർപ്രിട്ടേഷൻ സ്റ്റാറ്റ്യൂട്ട്സ്, ഫേമ. വളരെ കോമ്പാക്ട് ആയിട്ടുള്ള സിലബസ് ആണ്. ഡീറ്റെയിൽസ് ഉണ്ടെങ്കിലും സിലബസ് കമ്പാരിറ്റീവ്ലി നമുക്ക് ഹാൻഡി ആയിട്ടുള്ള സിലബസ് ആണ്. ഇതിൽ ജനറൽ ക്ലോസസ് ആക്ടും ഇന്റർപ്രിട്ടേഷനും സ്റ്റാറ്റ്യൂട്ട്സ് ഒക്കെ പ്രത്യേക വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ, അഥവാ ആ ചാപ്റ്റർ മാത്രം ഒന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇത് ലേറ്റസ്റ്റ് വെർഷനാണ്. കുട്ടികളെ, പാർട്ട് 1 70 മാർക്കിനുള്ള കമ്പനീസ് ആക്ടിലെ ഓവർവ്യൂ കമ്പനി ജനിക്കുന്നത് മുതൽ, അതായത് ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി മുതലാണ് തുടങ്ങുന്നത്. സോ ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചാപ്റ്ററാണ്. അതിൻ്റെ അകത്ത് നമ്മൾ ടൈപ്സ് ഓഫ് കമ്പനി, ആപ്ലിക്കബിലിറ്റി, അതുപോലെ എസ്പെഷ്യലി സെക്ഷൻ 8 കമ്പനി, OPC, അതുപോലത്തെ നിർണായകമായിട്ടുള്ള ടൈപ്സ് ഓഫ് കമ്പനീസും അതിൻ്റെ ഇൻകോർപ്പറേഷൻ്റെ പ്രൊസീജിയറും നമ്മൾ പഠിക്കും. 2ാമത്തെ ചാപ്റ്റർ പാസ്സാണ്, അതായത് പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ്, ഷെയർ, ടൈപ്സ് ഓഫ് ഷെയർ. അതിൽ നിന്നും അടുത്ത ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുമ്പ്, ഷെയർ ജനിക്കുന്നതിന് മുമ്പുള്ള കഥയാണ് പ്രോസ്പെക്ടസും അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസും. IPO, പ്രോസ്പെക്ടസ്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, ഷെൽഫ് പ്രോസ്പെക്ടസ്, അത് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലെസണാണത്. അടുത്തത് ഷെയർ ജനിച്ചു കഴിഞ്ഞു, SED ചാപ്റ്റർ, ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ്, ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ, വോട്ടിംഗ് റൈറ്റ്സ്, DVR, പ്രിഫറൻസ് ഷെയർസ് ടൈപ്സ്, ബൈബാക്ക് ഓഫ് ഷെയർസ്. അത്തരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് SED. ഷെയർ ജനിച്ചു. അടുത്തിനി നമുക്ക് ഡെപ്പോസിറ്റ് വഴിയെ കടം മേടിച്ച് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ ഫണ്ട് ചെയ്യാം. അതാണ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ചാപ്റ്ററാണ്. നല്ലതിൽ പഠിച്ചാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. അടുത്തത് ലോൺ എടുത്താൽ ചാർജ് ROCയിൽ രജിസ്റ്റർ ചെയ്യണം. അത് ബന്ധപ്പെട്ടുള്ള ചാർജ് രജിസ്ട്രേഷൻ ബന്ധപ്പെട്ട ചാപ്റ്ററാണ് കുട്ടികളെ അടുത്തത്. പിന്നെ 7ാമത്തെ ചാപ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചാപ്റ്റർ. അതിൻ്റെ അകത്താണ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. കമ്പനിയുടെ മീറ്റിംഗ്സ്, AGM, EGM, കോറം, പ്രോക്സി, ചെയർമാൻ. ഒരു കമ്പനിയുടെ ഔദ്യോഗികപരമായിട്ട് മീറ്റിംഗ്സിനെ കുറിച്ച് വളരെ എലോബറേറ്റ് ആയിട്ട് ചർച്ച ചെയ്ത ഒരു ചാപ്റ്ററാണ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ MA. അതിനുശേഷം ഡിവിഡൻഡ്, കുറച്ച് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഉള്ള ചാപ്റ്ററാണ് ഡിവിഡൻഡ്. പിന്നെ നമ്മുടെ കോർ ഏരിയ ആയ അക്കൗണ്ട്സ് മെയിൻ്റെനൻസ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം, എവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, ആര് മെയിൻറ്റെയിൻ ചെയ്യണം, എത്ര വർഷം മെയിൻറ്റെയിൻ ചെയ്യണം, അത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുഴുവനും ഡിസ്കസ് ചെയ്യുന്നതാണ് കുട്ടികളെ അക്കൗണ്ട്സ് ചാപ്റ്റർ. പിന്നെ നമ്മൾ വളരെ കോർ ഏരിയ ആയ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ്, ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക, സബ്സിക്വന്റ് ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുക, ഓഡിറ്റർ റിട്ടയർമെന്റ്, ഓഡിറ്റർ റിമൂവൽ, AG ഓഡിറ്റർ, ഇന്റേണൽ ഓഡിറ്റർ, സ്റ്റാറ്റ് ഓഡിറ്റേഴ്സ്, അവരുടെ ക്വാളിഫിക്കേഷൻ, ഡിസ്ക്വാളിഫിക്കേഷൻ, ഓഡിറ്റ് റൊട്ടേഷൻ, പാർട്ണർ റൊട്ടേഷൻ, നോൺ ഓഡിറ്റ് സർവീസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ. എൻ്റെ അഭിപ്രായത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനും 2ാമത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റുമാണ്. അവസാനം വിദേശത്ത് രജിസ്റ്റർ ചെയ്യുന്ന കമ്പനികളെ കുറിച്ചാണ് കമ്പനീസ് ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. മൊത്തം 11 ചാപ്റ്റർ ഉണ്ടെങ്കിലും പ്രിലിമിനറിയും അതൊക്കെ കുറച്ചൊന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കോറായിട്ട് 10 ചാപ്റ്റർ. ഇൻകോർപ്പറേഷൻ, പാസ്, SED, AD, RC, MA, DPD, അക്കൗണ്ട്സ്, ഓഡിറ്റ്, ഇത്രയും ചാപ്റ്റേഴ്സ്.
നമുക്ക് വളരെ അരിച്ചുപറക്കി വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള കോർ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് പഠിച്ചു പോവാം ഇനി വരുന്ന ക്ലാസ്സുകളിൽ. ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അതർ ലോസ് ആണ്. അതിനു മുമ്പ് LLP യെ കുറിച്ചുള്ള ഒരുപ്പെട്ട ഓവറോൾ ആക്ടും റൂൾസും ഒക്കെ ഒരുവിധം നല്ല ക്വാണ്ടിറ്റിയിലുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യണം. പൊതുവെ കുട്ടികൾക്ക് പാർട്ട് 2 ആണ് അതർ ലോസ്. കാരണം നമ്മൾ അധികം പഠിച്ചിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത കുറെ കാര്യങ്ങളാണ്. അത്ര പാടൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. ജനറൽ ക്ലോസസ് ആക്ട്, ഡെഫിനിഷൻസിനെ കുറിച്ചും റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ, അതുപോലെ തന്നെ ഓർഡേഴ്സ്, റൂൾസ് എന്നാണ് എല്ലാം ടെക്നിക്കൽ ടേംസിനെ കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണ്. നല്ല നമുക്ക് പഠിക്കാം. അടുത്ത ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ഒരു സ്റ്റാറ്റ്യൂട്ട് ഇന്റർപ്രിറ്റ് ചെയ്യും, അതിന്റെ റൂൾസ് എന്തൊക്കെയാണ്, പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ, റീസണബിൾ ഇന്റർപ്രിട്ടേഷൻ, വിജസ്ഡം ജനറീസ്, ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ, ബ്യൂട്ടിഫുൾ ചാപ്റ്റർ. ലാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് 2 കുട്ടികൾ പൊതുവെ പേടി തോന്നുന്ന ഒരു ചാപ്റ്ററാണ് FEMA, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട്. അതും നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റിൽ പഠിക്കാം. എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻ, കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ എന്താണ്, ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ എന്താണ്, അതിന്റെ എക്സംഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്തൊക്കെയാണ്, പെനാൽറ്റി എന്തൊക്കെയാണ്, പെർമിസിബിൾ ആയിട്ടുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഏതൊക്കെയാണ്, പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കറണ്ട് അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഏതൊക്കെയാണ്, അതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്കൊരു ക്വിക്കായിട്ടൊരു ഓവർവ്യൂ കിട്ടിക്കാണും. 70 മാർക്കിന് കോർപ്പറേറ്റ് ലോ, അതിൻ്റെ അത് കമ്പനീസ് ആക്ടും LLP ആക്ടും, 30 മാർക്കിന് അതർ ലോ, 3 ചാപ്റ്ററേ ഉള്ളൂ. 10 വെച്ചങ്ങ് ഡിവൈഡ് ചെയ്തു. 10 മാർക്ക് ചുമ്മാ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ജനറൽ ക്ലോസസ് ആക്ടും 10 മാർക്ക്, ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സും 10 മാർക്ക് ഫെമയും. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ 55 തൊട്ട് 60 വരെ വളരെ സുഖമായിട്ട് മാർക്ക് എടുക്കാൻ പറ്റും. 55 to 60. പിന്നെ ലോ പേപ്പറാണ്, സ്വാഭാവികം സെക്ഷൻ ബേസ്ഡ് പഠിക്കുക, ആ കൺസെപ്റ്റ് ഉൾക്കൊണ്ട് പഠിക്കുക. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ലോ ഇന്റർപ്രറ്റ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ അത് ആ രീതിയിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും RTPയും സ്കാനേഴ്സും റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ എഴുതുന്നുള്ള നല്ലതിൽ മനസ്സിലാക്കി പഠിച്ചാൽ കുറച്ചുകൂടി മാർക്ക് എടുക്കാം. അതുപോലെ മാർക്ക് കൂടുതൽ എടുക്കാൻ പറ്റുന്ന ചില കാര്യമാണ് സെക്ഷൻ നമ്പേഴ്സ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ആൻസർ ഷീറ്റിൽ കോട്ട് ചെയ്യുക. അതുപോലെ തന്നെ റിലവന്റ് ആയിട്ടുള്ള ഫോം നമ്പേഴ്സ് കോട്ട് ചെയ്യുക. MGT 14, ഇൻകോർപ്പറേഷൻ ഫോംസ് INC 32, 28, 23, 25 അങ്ങനത്തെ ഫോംസ്, ചാർജിൽ CSG 1, 2, 3, 4, 5, 6, 9, ഡെപ്പോസിറ്റിൽ DPT 1, ഓഡിറ്റിൽ ADT 1, ADT 1, 2, 3. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി ലോ പേപ്പർ എഴുതുന്ന രീതിയിൽ നല്ലതിൽ മനസ്സിലാക്കി പഠിച്ച് സെക്ഷൻസും ഫോം നമ്പേഴ്സും RTP നോക്കി എന്താണ് നമ്മളെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് എഴുതുന്ന ഒരു രീതിയും കൂടെ മനസ്സിലാക്കി നമ്മൾ പഠിച്ചാൽ ഞാൻ പറഞ്ഞില്ല 55 തൊട്ട് 60 മാർക്ക് എടുക്കാൻ പറ്റും. ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്, ഫൈനലിൽ ഇപ്പോൾ ലോ പേപ്പർ ഇല്ല, ഞാൻ പല സ്ഥലങ്ങളിലും പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്റർമീഡിയറ്റിലെ ലോ പേപ്പറിന് കുറച്ചുകൂടി ഗൗരവമുണ്ട്. കാരണം ഇവിടെയാണ് നിങ്ങൾ കോർപ്പറേറ്റ് ലോ പഠിക്കുന്നത്. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും നല്ല രീതിയിൽ മനസ്സിലാക്കി പഠിച്ചാൽ തീർച്ചയായിട്ടും നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ട് ആയിട്ട് ക്വാളിഫൈ ചെയ്യുമ്പോൾ ഈ ലോ പേപ്പർ നിങ്ങൾക്ക് എപ്പോഴും ഒരു നല്ലൊരു ബേസ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. അപ്പോൾ നമ്മൾ ഇനി വരുന്ന വീഡിയോസിൽ ഓരോ ചാപ്റ്ററും ഒരു മാരത്തോൺ ക്രാഷാണ് എടുക്കാൻ പോകുന്നത്. എല്ലാ കുട്ടികളും ഓരോ വീഡിയോസിന് വെയിറ്റ് ചെയ്യുക, സോ ദാറ്റ് അത് കേട്ട് പഠിക്കുക. ഇപ്പോൾ പഠിച്ചു തുടങ്ങേണ്ട സമയമാണെന്ന് നിങ്ങൾക്കറിയാം. സെപ്റ്റംബറിലാണ് എക്സാം എഴുതാൻ പോകുന്നത്. കറക്റ്റ് ടൈമാണ്. മെയ് എൻഡായി ജൂൺ മുതൽ അങ്ങ് പഠിക്കുക. നമുക്കൊരു വളരെ പെട്ടെന്ന് തന്നെ ആ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ CS-ൻ്റെ കമ്പനിലോ മുഴുവനും വീഡിയോസ് ഉണ്ട്. CS-ൻ്റെ ഒത്തിരി കരിയർ ഗൈഡൻസ് വീഡിയോസ് എൻ്റെ ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ CMA-യുടെയും കമ്പനിലോ മുഴുവനും വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. ഫ്രണ്ട്സിന് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ തുടങ്ങല്ലേ മാരത്തോൺ ക്രാഷുമായിട്ട് അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ തുടങ്ങാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്തെങ്കിലും അഭിപ്രായങ്ങളോ കമൻറ്റ്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ മറുപടി അയക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. സ്വന്തം വേലു ബാലകൃഷ്ണൻ.